ആഷിമ മോൾ ഞെട്ടിപ്പോയ നിങ്ങൾ വന്ന സമയത്ത് മോളുടെ ഒരു സിഗ്നേച്ചർ, നല്ലൊരു ഓട്ടോഗ്രാഫ് കേട്ടോ. ഈ പട്ട് തൂവാല അങ്കിള് മോൾക്ക് ഒപ്പിടാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പട്ടാണിത്. ഓക്കെ, ഈ പട്ട് തൂവാലയിൽ മോൾക്ക് നന്നായിട്ട് വലുതായിട്ട് ഓഡിയൻസിനൊക്കെ കാണത്തക്ക രീതിയിൽ വലിയൊരു ഒപ്പിടം, വലുതായിട്ട്. ഇനി അത് ഒന്ന് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തേ. ആഷിമയുടെ മുഖം, ആഷിമയുടെ താഴെ ഒപ്പ്. ഈ പട്ട് തൂവാല ആദ്യമായിട്ട് കൈപ്പറ്റുന്നത് ഞാനായിരിക്കും. പക്ഷെ അത് അങ്കിളിന് ഓർത്ത് വെക്കാൻ പറ്റും, പക്ഷെ മോൾ ഓർക്കണ്ടേ അങ്കിളിനെ കുറെ കാലം കഴിയുന്ന സമയത്ത്, വലിയ പാട്ടുകാരിയാവുന്ന സമയത്ത് ഓർക്കുവോ? അങ്ങനെ ഓർക്കണമെന്നുണ്ടെങ്കിൽ അങ്കിൾ ഒരു മാജിക്കിലൂടെ ഇത് അങ്കിളുടെ കയ്യിലെത്തിക്കാം. ഓക്കെ, അപ്പൊ അത് ആ കയ്യിൽ തന്നെ പിടിച്ചോ കേട്ടോ. ഇതൊരു ആപ്പിൾ ഉണ്ട് അങ്കിളുടെ കയ്യിൽ, കണ്ടോ? ഈ ആപ്പിള് അങ്കിൾ ഇങ്ങനെ കോർ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇത് കോർ ചെയ്യുന്ന മെഷീനാണ്. ഇതിനകത്ത് വെച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവിടെ ഒരു ഹോളുണ്ട് അല്ലേ, കണ്ടോ? ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോളുണ്ട് അല്ലേ. ഇനി അങ്കിൾ ചെയ്യുന്നത് ഈ വൈറ്റ് പേപ്പറിൽ ഈ കോർ ചെയ്തിട്ടുള്ള ഈ ആപ്പിളിനെ ഇതുപോലെ തന്നെ കവർ ചെയ്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു. അഖില ചേച്ചിയുടെ കയ്യിൽ പിടിക്കണം കേട്ടോ. ഓക്കെ, ഇനി മോള് ഈ സിൽക്കിന് നമുക്ക് അടർത്തിയെടുക്കാം. ആ സിൽക്ക് ഒന്നുകൂടി കാണിച്ചു കൊടുത്ത ഓഡിയൻസിന് കണ്ടോ, ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ. ഓക്കെ, ഇനി ആ സിൽക്ക് അങ്കിളിന്റെ കയ്യിലേക്ക് തരുന്നു. ഇപ്പോ ആഷിമയുടെ സിഗ്നേച്ചർ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള സിൽക്കിനെ അങ്കിളിന്റെ കയ്യിൽ തന്നെ വെച്ചു കഴിഞ്ഞ ശേഷം ഓഡിയൻസ് കാണുകയെ, ക്യാമറ കാണുകയെ, എല്ലാവരും കാണുക അങ്കിള് ഈ ഫിസ്റ്റിനകത്തേക്ക് വെച്ചു. ഇനി നോക്കിക്കോണം. ഇനി ഞാൻ ഈ ആപ്പിൾ എടുക്കുക. ആപ്പിൾ എടുത്തതിന് ശേഷം ആപ്പിളിന്റെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ ആപ്പിളിനെ പുറത്തേക്ക് എടുത്തു. നോക്കണം കേട്ടോ. ആഷിമയുടെ സിഗ്നേച്ചറോട് കൂടിയ സിൽക്ക്. കണ്ടോ ആഷിമ, കണ്ടോ? ആപ്പിളിനെ കട്ട് ചെയ്ത് പകുതി അഖില ചേച്ചിക്ക്, പകുതി ആഷിമയ്ക്ക്, ആപ്പിള് സിൽക്ക് അങ്കിളിന്. ഈ സിൽക്കിനെ അങ്കിള് ഇങ്ങനെ ആപ്പിളിനകത്ത് വരുത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ആപ്പിളിന്റെ ഷേപ്പ് എന്താണ്? ഹാർട്ടിന്റെ ഷേപ്പാണ്, ഹൃദയത്തിന്റെ ഷേപ്പാണ്. അപ്പൊ സ്നേഹത്തോടു കൂടി തന്ന ഈ ഓട്ടോഗ്രാഫ് എന്നും എന്നും ആഷിമയുടെ ഓട്ടോഗ്രാഫ് അങ്കിള് ഹൃദയത്തിൽ സൂക്ഷിക്കും. ആഷിമക്കുട്ടി, ഈ റൗണ്ടിൽ എത്ര മാർക്സ് കിട്ടുന്നു നമുക്ക് നോക്കാം. മോൾക്ക് 45-37.